English Matters. എന്തുമാത്രം സുഗന്ധവ്യഞ്ജനങ്ങളാണ് നിത്യേന എന്നോണം നമ്മൾ പാചകത്തിൽ ഉപയോഗിക്കുന്നത്. ചിലതിൻ്റെ പേരുകൾ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ പറയാറ്. എന്നാൽ മിക്കതിൻ്റെയും ഇംഗ്ലീഷ് പേര് നമുക്കറിയില്ല. A casual glance through our kitchen will leave us surprised about how many spices we are using in our daily cooking. We know a few of them by their English names, while we fumble with that of numerous others. നമ്മുടെ രുചിമുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെ എന്ന് ഇംഗ്ലീഷിൽ പറയാം. Let us name a few of our taste bud tickling spices in English. അടുക്കളയിലെ ആ വിഷാണുനാശിനിയുടെ പേര് പറയാമോ? Can you name that natural antiseptic of our kitchen? അതെ, മഞ്ഞൾ തന്നെ. Turmeric. 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 മഞ്ഞൾ. മഞ്ഞൾപ്പൊടി. Turmeric powder. 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 പൊടി. കറികൾക്ക് ഊർജ്ജസ്വലതയും നാക്കിൽ എരിവും പകരുന്ന കക്ഷി? Who sends that hot spicy sensation through our tongue? മുളക്. Chili. CHILLI. Chili. മുളക്. ചുവന്ന മുളക്. റെഡ് ചില്ലി. പച്ചമുളക്. ഗ്രീൻ ചില്ലി. ഉണക്കമുളക്. ഡ്രൈഡ് ചില്ലി. ഡ്രൈഡ്. DRIED. ഡ്രൈഡ്. ഉണക്കിയ. ഡ്രൈ ചില്ലി എന്നും പറയാം. ഡ്രൈ. ഉണങ്ങിയ. മുളക് വർഗത്തിൽ വേറെ ഒരാളുണ്ട്. കാണാൻ അതിഗംഭീരൻ, പക്ഷെ ആള് പാവമാണ്. ചൈനീസ് ഫുഡ് ഐറ്റംസിലും മറ്റും അവിഭാജ്യ ഘടകവുമാണ്. പച്ച, ചുവപ്പ്, മഞ്ഞ നിറങ്ങളിൽ ലഭ്യമാണ്. That unavoidable ingredient of Chinese preparations available in green, red and yellow varieties. Let me break the suspense. ആ മുളകിൻ്റെ പേരാണ് ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ. ക്യാപ്സിക്കം. CAPSICUM. ക്യാപ്സിക്കം. ബെൽ പെപ്പർ. BELL. ബെൽ. PEPPER. പെപ്പർ. ബെൽ പെപ്പർ ഓർ ക്യാപ്സിക്കം. ബെൽ പെപ്പറിനെയാണ് ഇന്ത്യയിൽ നമ്മൾ സാധാരണയായി ക്യാപ്സിക്കം എന്ന് പറയാറ്. എന്നാൽ എല്ലാതരം മുളകുകളും പൊതുവായി ക്യാപ്സിക്കം എന്ന ജീനസിൽ ഉൾപ്പെടുന്നവയാണ്. ഉണങ്ങിയ കുരുമുളക് മണികൾക്ക് എന്താണ് പറയുക എന്നറിയാമോ? ഡു യു നോ ദ നെയിം ഓഫ് ഡ്രൈഡ് പെപ്പർ സീഡ്സ്? പെപ്പർകോൺസ്. PEPPERCORNS. പെപ്പർകോൺസ്. അതായത് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കുരുമുളക് മണികൾ. പായസപ്രിയരെ, ഒരു പായസത്തിൽ നിന്നും അടുത്തതിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മുടെ രുചിമുകുളങ്ങളെ പരുവപ്പെടുത്തുന്നത് ആരാണ്? Dear payasam lovers, who assist our tongue to glide smoothly from one payasam to another without any loss of appetite or interest? Kittippoi, Puli Inji. Puli Inji is the name of that magical potion. Puli, tamarind. TAMARIND. Tamarind അഥവാ വാളൻപുളി. ഇഞ്ചി. ginger. 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 ഇഞ്ചി. ചുക്ക്. dried ginger. ഉണക്കിയ ഇഞ്ചി. വാരി വലിച്ച് കഴിച്ച് വായു കയറി ബുദ്ധിമുട്ടുന്നുണ്ടോ? കുറച്ച് വെളുത്തുള്ളി കഴിച്ചാൽ മതി. Do you feel bloated after gorging on your favorite dishes? Don't worry, a few cloves of garlic will solve the problem. Garlic. 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 വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ അല്ലിക്ക് പറയുക ക്ലോവ് ഓഫ് ഗാർലിക് എന്നാണ്. CLOVE. ക്ലോവ്. ഏതാനും അല്ലി വെളുത്തുള്ളി ചേർക്കൂ എന്നതിന് പറയാം ആഡ് എ ഫ്യൂ ക്ലോവ്സ് ഓഫ് ഗാർലിക്. ശ്രദ്ധിക്കുക, ഗ്രാമ്പൂവിനും ക്ലോവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. വെളുത്തുള്ളി അല്ലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വ്യക്തമായി ക്ലോവ് ഓഫ് ഗാർലിക് എന്ന് തന്നെ പറയണം. English Matters, presented by Smita Manikot.